നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. നടുക്കം മാറാതെ ഇന്ത്യ. ഉറി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 20ആയി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 ജവാന്മാർ കൂടി ഇന്ന് മരിച്ചു. അതിനിടെ ഉറി പത്താൻകോട്ട് മാതൃകയിൽ രാജ്യത്ത് ഇനിയും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയെന്ന് സൈന്യം. പാക് അധീന കാശ്മീരിൽ നിന്ന് പരിശീലനം ലഭിച്ച 200-ലധികം ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതായും വിവരം. പാകിസ്ഥാനുമായി ഇനി സമാധാന ചർച്ചയില്ലെന്ന് ഇന്ത്യ. തീവ്രവാദികൾ ഉപയോഗിച്ച ആയുധങ്ങൾ പാക് നിർമ്മിതം. IS സഹായത്തോടെ ഭീകരർക്ക് പരിശീലനം ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്നെന്നും ഇന്ത്യ. ഏത് ആക്രമണവും നേരിടാൻ തയ്യാറാകാൻ സൈനികർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഭീകരർ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ചത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള കനാൽ മുറിച്ചും വേലി ചാടിക്കടന്നു. ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചതായും വിവരം. സ്ഥിതി വിലയിരുത്താൻ ആഭ്യന്തര സെക്രട്ടറി ഇന്ന് കാശ്മീരിൽ. പകയടങ്ങാതെ പ്രതിഷേധം. കാവേരി നദീജല തർക്കത്തിൽ മേൽനോട്ട സമിതിയുടെ തീരുമാനം ഇന്ന്. തമിഴ്നാടിന് നൽകേണ്ട വെള്ളത്തിന്റെ അളവ് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകും. അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കർണാടകയിൽ സുരക്ഷ ശക്തമാക്കി. ബംഗളൂരുവിൽ നിരോധനാജ്ഞ തുടരുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള ബസ് സർവീസ് ഇന്നും നാളെയും റദ്ദാക്കി KSRTC. വെള്ളം വിട്ടു നൽകണമെന്ന തമിഴ്നാടിന്റെ ഹർജി നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. കോഴിക്കേസ് കോടതിയിൽ. കോഴി ഇറക്കുമതിയിലെ നികുതി വെട്ടിപ്പിൽ വിജിലൻസ് FIR റദ്ദാക്കണമെന്ന KM മാണിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മുൻ ധനമന്ത്രിക്കെതിരായ ആരോപണം കോഴി ഇറക്കുമതി ചെയ്യാൻ നികുതി ഇളവ് നൽകിയതിലൂടെ ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന്. അതേസമയം അനധികൃത സ്വത്ത് കേസിൽ ബാബുവിന് പിന്നാലെ തന്നെ വിജിലൻസ്. പരിശോധനയ്ക്ക് മുൻപ് ബാങ്ക് ലോക്കറുകൾ കാലിയാക്കിയെന്ന ആരോപണം. ഇതു സംബന്ധിച്ച് വിശദാന്വേഷണം നടത്തുവാനും തീരുമാനം. ആരോപണങ്ങൾക്ക് തടയിടാൻ. സൗമ്യ കേസിലെ തിരിച്ചടിയും പിണറായി സർക്കാരിന്റെ 100 ദിന പ്രവർത്തനങ്ങളും വിലയിരുത്താൻ നാളെ ഇടതുമുന്നണി യോഗം. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ പ്രതിപക്ഷ ആരോപണങ്ങൾ മറികടക്കാനുള്ള പോംവഴികളും മുഖ്യ അജണ്ട. അതിനിടെ മദ്യനയത്തിൽ കാര്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന സൂചന നൽകി എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. 100 ദിവസം പിന്നിട്ട ഇടതു സർക്കാരിന്റെ പൊതുനയ സമീപനങ്ങൾ വിലയിരുത്തുന്ന യോഗത്തിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമ ഭേദഗതി സംബന്ധിച്ചും ചർച്ച. ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയിൽ VSന്റെ അതൃപ്തി പരിഹരിച്ച് വിവാദം ഒഴിവാക്കാനും ആലോചന. മുന്നണി യോഗത്തിന് മുന്നോടിയായി CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തലസ്ഥാനത്ത്. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2880 രൂപ, പവൻ 23,040 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.